ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. മലയാളം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മലയാളത്തിലെ ബാലസാഹിത്യം എന്താണെന്ന് നോക്കാം. എന്താണ് ബാലസാഹിത്യം? ഇതൊരു സമൃദ്ധമായ സാഹിത്യശാഖയാണ്. കുട്ടികളുടെയും ബാലമനസ്സിൻ്റെയും ലോകത്തെ ആഴത്തിൽ തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള ഭാഷയും ആശയങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. അതിലുപരി ഇത് കുട്ടികളിൽ നന്മയും ചിന്താശക്തിയും സാംസ്കാരിക ബോധവും വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളിൽ നന്മയും ചിന്താശക്തിയും സാംസ്കാരിക ബോധവും വളർത്തുന്ന സാഹിത്യരൂപമാണ് ബാലസാഹിത്യം. ബാലസാഹിത്യത്തിന് ഒരുപാട് ശാഖകളുണ്ട്. ഏതൊക്കെയാണ് പ്രധാന ശാഖകൾ? കഥകൾ, കവിതകൾ, നാടകങ്ങൾ, ചിത്രകഥകൾ, പാഠപുസ്തകേതര വായനാ പുസ്തകങ്ങൾ എന്നിവയാണ്. എന്താണ് കഥകൾ? പഠിപ്പിക്കാനും ബോധവൽക്കരിക്കാനുമുള്ള ലളിതമായ കഥകളാണ് ബാലസാഹിത്യ കഥകളിൽ ഉണ്ടാവുക. ചെറിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ലളിത ഗീതങ്ങളാണ് കവിതകളായിട്ട് എഴുതപ്പെടുന്നത്. കുട്ടികൾക്കായുള്ള ലളിതമായ നാടകങ്ങളാണ് നാടകങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി ചിത്രകഥകൾ. ദൃശ്യങ്ങളിലൂടെ കുട്ടികളെ ആകർഷിക്കുന്ന സാഹിത്യം. ബാലരമയിലും ബാലമാസികകളിലൊക്കെ ഉള്ള പോലെ. പാഠപുസ്തകേതര വായനാ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് അവയുടെ? രസകരമായും പഠിപ്പിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് അവ. ഇനി മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള ബാലസാഹിത്യകാരന്മാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കാം. എഴുത്തുകാരും അവരുടെ പ്രശസ്തമായ കൃതിയും എന്താണ് ആ കൃതികളുടെയൊക്കെ പ്രത്യേകത എന്നുള്ളതും നോക്കാം. കുഞ്ഞുണ്ണി മാഷ്, നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള കുഞ്ഞുണ്ണി മാഷാണ് പ്രശസ്തമായ ഒരു ബാലസാഹിത്യകാരൻ. കുരുന്നുകളുടെ കവിതകളാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി. ലളിതമായ ഭാഷയും ഹാസ്യ സംയുക്തവുമാണ് പ്രത്യേകത. എല്ലാവർക്കും അറിയാം, ഭാഷ വളരെ ലളിതമായിരിക്കും. അതുപോലെ എല്ലാ കൃതികളിലും എന്താണ്? ഒരു നർമ്മം നിറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു ഹാസ്യം ഉണ്ടായിരിക്കും അല്ലേ? അതാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രത്യേകത. അടുത്തത് പി നാരായണൻ നായർ. ഉണ്ണിമൂത്തൻ കഥകൾ എന്നതാണ് പ്രശസ്തമായ കൃതി. പുത്തൻ പാഠബോധം നൽകും, അതുപോലെ നന്മയും കൃതികളുടെ പ്രത്യേകതയാണ്. എം അയ്യപ്പൻ പിള്ളയാണ് മറ്റൊരാൾ. ചിത്രകഥകളാണ് പ്രശസ്തമായ കൃതി. വിദ്യാഭ്യാസത്തിനൊപ്പം വിനോദം എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത. വയലാർ രാമവർമ്മയാണ് മറ്റൊന്ന്. ബാലകവിതകളാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതി. ഗാനം പോലെ ചൊല്ലാവുന്ന ഭാവനാപൂർണത ഈ കവിതകൾക്കൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എം തങ്കച്ചാമിയാണ് മറ്റൊരു സാഹിത്യകാരൻ. പല ബാലനാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതി. ബാലനാടകങ്ങളിലൂടെ കുട്ടികളുടെ പ്രകടനക്ഷമത വർദ്ധിപ്പിക്കും. എന്തൊക്കെയാണ് ബാലസാഹിത്യത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ലളിതവും മനോഹരവുമായ ഭാഷ. പ്രധാനപ്പെട്ടതാണ് ലളിതവും മനോഹരവുമായ ഭാഷ. നന്മ, സത്യനിഷ്ഠ, സഹാനുഭൂതി, ധൈര്യം തുടങ്ങിയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നു. നന്മ, സത്യനിഷ്ഠ, സഹാനുഭൂതി, ധൈര്യം തുടങ്ങിയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കുട്ടികളുടെ ഭാവനാശേഷി, വിവേചനശക്തി, ഭാഷാശൈലി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നു. ഭാവനാശേഷി, വിവേചനശക്തി, ഭാഷാശൈലി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നു. കഥകളിൽ മൃഗങ്ങളെ, കുട്ടികളെ, ജാതക കഥാപരമായ ഘടകങ്ങളെ ഉൾപ്പെടുത്തുന്നത് സാധാരണമാണ്. അതായത് ബാലസാഹിത്യ കഥകളിലൊക്കെ തന്നെ എന്താണ്? കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മൃഗങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ ജാതക കഥാപരമായ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ബാലസാഹിത്യ കൃതികൾ നിർമ്മിക്കുന്നത്. ഇനി ഈ ബാലസാഹിത്യങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ബാലപാഠങ്ങളിൽ, അതായത് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബാലരമ, പഞ്ചവടി തുടങ്ങിയ ബാലമാസികകളിൽ, കൂടാതെ ഓൺലൈൻ ബാലസാഹിത്യ വേദികളിലും ഇവ ഉപയോഗിച്ചു വരുന്നു. പിന്നെ കാർട്ടൂൺ ഷോകൾ ഉണ്ടല്ലോ, അവയിൽ നിന്നൊക്കെ പ്രചോദനം ലഭിച്ച ഓരോ കഥകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാലസാഹിത്യത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയാണ്? എന്താണ് ബാലസാഹിത്യം?
ബാലസാഹിത്യത്തിൻ്റെ പ്രധാന ശാഖകൾ ഏതൊക്കെയാണ്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രശസ്തമായ ബാലസാഹിത്യകാരന്മാരാരൊക്കെയാണ്, അവരുടെ കൃതി, പ്രശസ്തമായ കൃതി, അവരുടെ കൃതികളുടെയൊക്കെ പ്രത്യേകത എന്താണ്, അതുപോലെ ബാലസാഹിത്യത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്, ബാലസാഹിത്യം ഇപ്പോൾ എവിടെയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.